ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഗാർഡനിലേക്ക് കുറച്ചും കൂടെ ഫ്ലവേഴ്സിനെ ആടപ്പ് ചെയ്യുകയാണ്. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചോദിക്കും. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇനിയും വേണമെന്ന്. ഉണ്ടായിട്ട് എന്താ കാര്യം? ഞങ്ങൾ വലിയ കാര്യത്തിന് കുറേ ട്യൂലിപ്സും കുറേ ഡാഫഡിൽസും കുറേ ഡാലിയൊക്കെ വെച്ചു. എന്ത് കാര്യം? ജൂൺ ആദ്യം ആയപ്പോഴത്തേക്കും ട്യൂലിപ്സിൻ്റെയും ഡാഫഡിൽസിൻ്റെയും കഥ കഴിഞ്ഞു. ഡാലിയ ഒരെണ്ണം. ഇത് ഡാലിയ ഇത് ഡാഫഡിലാണോ? ഇങ്ങനെ വന്നേക്കണേ. മറ്റേതെല്ലാം തുലിപ്സ്. എന്റെ മനസ്സിൽ ഡാലിയാണ്. റോസിന്റെ മനസ്സിൽ ഡാഫഡിലാണ്. അത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റ് ബിലോ. ഇത് എന്ത് പൂവാന്നുള്ളത്. എന്തായാലും ഈ ഒരു ഒറ്റ പൂ വന്ന് ഇതിങ്ങനെ കുറെ നാൾ നിൽക്കും, എന്നിട്ട് ഇതങ്ങ് കൊഴിഞ്ഞു പോകും. ഈ ഒരു ഒറ്റ പൂവുള്ളൂ കേട്ടോ. അതും ഒരു കോലിന്റെ മേളില്. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ട്യൂലിപ്പ് എല്ലാം കരിഞ്ഞുണങ്ങി തുടങ്ങി. കാരണം ഇതൊക്കെ ഒറ്റ പ്രാവശ്യമേ പൂക്കത്തുള്ളൂ എന്ന് നമുക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ പറ്റിയൊരു അബദ്ധമാണ്. ഒറ്റ ഫ്ലവറേ വരുള്ളൂ, ഒരു തണ്ടിൽ നിന്ന് ഒരു ഫ്ലവറേ വരുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞു. അപ്പം അങ്ങനെ അത് ഫുള്ള് തീർന്നു. അപ്പം ഞാൻ അവിടെ കുറച്ച് ട്യൂലിപ്സ് ഉണ്ടായിരുന്നതിനെയൊക്കെ പിഴുതെടുത്ത് ഇങ്ങോട്ടേക്ക് തന്നെ മാറ്റി വെച്ചു. ഈ ഒരു ഓൾ ഏരിയ ട്യൂലിപ്പിൻ്റെ സെക്ഷനിലേക്ക് മാറ്റിയിട്ട് അത് നമ്മൾ ഫ്ലവേഴ്സ് ഗാർഡൻ ആക്കി വെച്ചു. അപ്പം അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്ത് കുറേ ഫ്ലവേഴ്സ് പോയി മേടിച്ചുകൊണ്ട് വന്നു. ഇത് എനിക്കുള്ളതിൽ ഇപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്ലവർ കോംബോ ആണ് കേട്ടോ. കളർ കോംബോ ആണ് കേട്ടോ. വൈറ്റിനകത്തൊരു വയലറ്റ്. നല്ല രസമില്ലേ ഗൈസ് കാണാൻ? ഒരു വെറൈറ്റി ഫീല്. എനിക്ക് ഭയങ്കര എടുത്ത് നിൽക്കുന്ന ഒരു പൂവായിട്ടൊക്കെ ഫീൽ ചെയ്യുന്ന ഇത് ഒരെണ്ണമാണ് കേട്ടോ. ഇതെനിക്ക് അവിടെ നിന്ന് കിട്ടിയ ബിഗ് ഗാർഡൻ ഷോപ്പ് അല്ലേ, ബിഗ് ഗാർഡൻ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടൊരു കടയിൽ നിന്ന് ഈ ഒരൊറ്റ സെറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ അങ്ങനെ എടുത്തിട്ടിങ്ങ് പോന്നു. പിന്നെ ഇതും അവിടെ നിന്ന് തന്നെ മേടിച്ചു. പക്ഷേ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല. പക്ഷെ എന്നാലും ഇങ്ങനെ നിറഞ്ഞ് പൂക്കൾ നിൽക്കുന്നതുകൊണ്ട് ആ ഒരു സന്തോഷത്തിൽ മേടിച്ചതാണ്. പിന്നെ ഈ 5 സെറ്റ് അമ്മ മേടിച്ചു തന്നതാണ് കേട്ടോ. എൻ്റെ അമ്മയും അപ്പയും കൂടെ പോയിട്ട് അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് തന്നതാണ്. പിന്നെ ഇത് രണ്ടും കാർണേഷനാന്നൊക്കെ പറയണു. മറ്റേ എന്താ വേണ്ടി പറയണേ, പെരിനിയലാന്ന് പറയണു. എല്ലാ വർഷവും തനിയെ ഉണ്ടായി വരും എന്നൊക്കെ പറയണു. ആർക്കറിയാം. ഇതിൻ്റെ ഫ്ലവർ ഒന്ന് കാണാൻ കൊതിച്ചിട്ട് ഇതുവരെ അതിൻ്റെ ഫ്ലവർ ഒന്നും വന്നിട്ടില്ല. റെഡ് കളറാണെന്നും പറഞ്ഞിട്ടാണ് മേടിച്ചേക്കണേ. എന്ത് കളറാണെന്ന് വരുമ്പോൾ അറിയാം. പിന്നെതാ ഇത് 4ഉം ഞാൻ ഹോം ഡിപ്പോയിൽ നിന്ന് കേട്ടോ മേടിച്ചേ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അത് തന്നെ ഒരു 2 കൂടെ ഞാൻ മേടിച്ചു. അതിപ്പോൾ നമുക്ക് കുഴിച്ചിടാട്ടോ. അതിങ്ങനെ ഇവിടെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ്. പിന്നെതാ ഇതൊരു 4-5 ചെടി ബാക്കിലേക്ക് മേടിച്ചതാണ് കേട്ടോ. ബാക്കിൽ നമ്മുടെ ആ സ്ഥലത്ത് നമ്മൾ കുറേ കൃഷിയൊക്കെ നട്ടായിരുന്നല്ലോ, അതിൽ കുറച്ചൊക്കെ പിടിച്ചോളൂ. ബാക്കി ഒരു 2 ഏരിയ പിടിച്ചേ ഇല്ല ഒന്നും. അപ്പോൾ ഞാൻ വെച്ചാൽ ആ ഏരിയയിൽ ഇനി ഒന്നും കുഴിച്ചിട്ടിട്ട് കാര്യമില്ല, ഇനിയൊന്നും വളർന്നു വരാനുള്ള സമയമില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഫ്ലവേഴ്സ് ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനെ അവിടെയും കുറച്ച് ഫ്ലവേഴ്സൊക്കെ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഇത്രയും ഏരിയ മാറ്റി വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് ഞാൻ മേടിക്കാനുള്ള കാരണം വെച്ചാൽ ഇത് ഇന്നലെ ഞാൻ ഷോപ്പിൽ പോയിട്ട് ഹോം ഡിപ്പോയിൽ പോയിട്ട് മേടിച്ചതാണ് കേട്ടോ. ഈ ഒരു 4 ഫ്ലവർ കോംബോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ ഒരു കളറാണ്. ഇതും എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല. പക്ഷേ ഈ പിങ്ക് എനിക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ പിങ്കിനെ അങ്ങ് അവോയ്ഡ് ചെയ്ത് മാറ്റി വെച്ചു ഒരു സ്ഥലത്തേക്ക്. ഇത് രണ്ടുമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ ഈ 2 കൂടെ മേടിച്ചു. പിന്നെ ഇവിടെ 2 റോസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഓർമ്മയുണ്ട്. ഇതുപോലെ തന്നെ ഒരു റോസ് അവിടെ ഉണ്ടായി. അത് നമ്മളെ ഹോം ഡിപ്പോക്കാർ പറ്റിച്ച്. അതിനകത്ത് വേര് പോലും ഉണ്ടായില്ല ഗൈസ്. അതുകൊണ്ട് തന്നെ അത് വെള്ളം ഒഴിച്ചിട്ടൊന്നും കാര്യം ഉണ്ടായില്ല. വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു കാര്യം ഉണ്ടായില്ല, അത് പോയി. അപ്പം ഞാൻ അത് പറിച്ച് കളഞ്ഞിട്ടാണ് കേട്ടോ ആ ഏരിയയിൽ ഇത് വെച്ചത്. ഈ റോസ് ആണെങ്കിലും വലിയൊരു രസം ഇല്ല കേട്ടോ. ഇതിനകത്ത് പുഴു കയറിയിട്ട് ഇത് കണ്ടോ, ഒരു സൈസ് പുഴു കയറിയിട്ട് എല്ലാ ഇലയും തിന്ന് തീർത്തു. ഈ പുഴു, അയ്യോ ഇതിനകത്ത് നിറച്ച് പുഴു വെച്ചായ പുഴു. എനിവേസ് ഇതിന്റെ ഇല മുഴുവൻ തിന്ന് തീർത്തു. അതുകൊണ്ട് ഒരു രസമില്ല ഇപ്പൊ കാണാനായിട്ട്. ഇപ്പൊ എന്തായാലും നമുക്ക് ആ റോസ് മിക്കവാറും ഞാൻ കളഞ്ഞിട്ട് അവിടെ വേറെ എന്തെങ്കിലും വെക്കുമെന്നാ തോന്നണേ. ഇല്ല, റോയിച്ചൻ ചിരിക്കണ ബാക്കിലിരുന്ന്. റോയിച്ചന്റെ കണ്ണിപ്പൊ തന്നെ തള്ളി തുടങ്ങി. നമ്മൾ വിചാരിക്കും ഇതിനൊന്നും പൈസ ഇല്ല, പക്ഷെ നല്ല പൈസ ഉണ്ട് കേട്ടോ. ഈ ചെടികൾക്കൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. നമ്മൾ തുടങ്ങിയ സമയത്ത് ചെടികൾ മേടിച്ചിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കുറവുണ്ടായിരുന്നു. കാരണം ബേബി ചെടികളായിരിക്കുമ്പോൾ നമുക്ക് ഇച്ചിരി പൈസ കുറവിൽ കിട്ടും കേട്ടോ. ഇതിപ്പം ഓൾറെഡി ഇച്ചിരി വലിയ ചെടികളായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഇച്ചിരി പൈസ കൂട്ടി. പക്ഷെ വലിയ കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം നമ്മുടെയൊക്കെ പറ്റുന്ന റേഞ്ചിലുള്ള ചെടികളൊക്കെ ഞാൻ മേടിച്ചിട്ടുള്ളൂ. ഒരുപാട് പൈസ കൊടുത്ത് അങ്ങനെ ഭയങ്കര വലിയ ചെടികളൊന്നും മേടിച്ചിട്ടില്ല. പിന്നെ നല്ല കളറും എനിക്ക് കുറച്ച് കണ്ണിൽ ഇഷ്ടപ്പെട്ട കുറച്ച് കളേഴ്സും കാര്യങ്ങളൊക്കെയാണ് നോക്കി മേടിച്ചത്. നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. ഫ്ലവേഴ്സൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ ഉള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. കൊള്ളൂലെന്നൊന്നും ആരും പറയരുത് കേട്ടോ, എനിക്ക് കരച്ചിൽ വരും. നട്ടുച്ചയാണ് ഗൈസ്. പക്ഷേ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് അടുപ്പിച്ച് മഴയായിരുന്നു കേട്ടോ. എന്തായാലും എല്ലാം കഴിഞ്ഞ് ഇന്ന് മുതൽ നല്ല വെയിൽ തെളിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഇതാ നമ്മുടെ റോസ് മുഴുവൻ കരിഞ്ഞുണങ്ങി പോയി. കാരണം ആ പുഴുക്കളാണ് കേട്ടോ. ആ പുഴുക്കൾ അത് തിന്ന് നശിപ്പിച്ചു. സാരമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച റോസ് അങ്ങെടുത്ത് കളഞ്ഞിട്ട് ഇതാ ഈ 3 ചെടികളെടുത്ത് വെക്കാമെന്ന്. ആ കണ്ട പിങ്കിൻ്റെ തന്നെ ഡിഫറെൻറ്റ് വേർഷൻസാണ് കേട്ടോ. യെല്ലോയും വേറൊരു പിങ്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് പിടിപ്പിക്കാം. ആ റോസ് എടുത്ത് കളഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ ഒന്ന് ജസ്റ്റ്. അതാ എൻ്റെ റോസിൻ്റെ അവസ്ഥ കണ്ടോ ഗൈസ്. ആ ഫ്ലവേഴ്സ് മുഴുവൻ തിന്ന് തീർത്തു. അതുപോലെ തന്നെ ഒരൊറ്റ ഇലയില്ലാത്ത വിധം എല്ലാം തിന്ന് തീർത്തു. കാര്യം ഇവിടെയൊക്കെ കിളുത്ത് വരുന്നുണ്ട്, പുതിയത് കിളുത്ത് വരുന്നുണ്ട്. ആ കിളുത്ത് വരുന്നതിലും കൂടെ തിന്ന് തീർക്കുവാന്നേ. ഞങ്ങളുടെ ബാക്ക് യാർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഞങ്ങളുടെ ബാക്ക് യാർഡിലെ ഗാർഡൻ എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് ഗ്രീൻ പീസൊക്കെ നട്ടതൊക്കെ വളർന്നു കേട്ടോ. അത്രയൊക്കെ ആയിട്ടുണ്ടത്. നിങ്ങൾക്ക് കാണാമെന്ന് അറിയില്ല. ഇതാണ് നമ്മുടെ ഗ്രീൻ പീസിൻ്റെ ഏരിയ. ഗ്രീൻ പീസ് നന്നായിട്ട് വളർന്നിട്ടുണ്ട് ദേവാൻരേച്ച്. ഇത്രയൊക്കെ ആയിട്ടോ. നല്ല നീളമൊക്കെ വെച്ചിട്ടുണ്ട്. അതൊന്ന് കെട്ടിക്കൊടുക്കണം എന്ന് ഓർത്തിട്ട് എനിക്ക് സമയം കിട്ടിയില്ല. സ്ട്രോബെറി ഗൈസ്, നമ്മുടെ സ്ട്രോബെറിയൊക്കെ അത്യാവശ്യം വളർന്നു തുടങ്ങിയിട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ കുറച്ച് ഫ്ലവേഴ്സ് വെക്കാമെന്ന്. കാരണം നമ്മുടെ പയർ എന്നെ ചതിച്ചു, പയർ വളർന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 3 എണ്ണം ഞാനിവിടെ വെച്ചത്. പക്ഷെ അത് തികയാതെ വന്ന് കുറേ ഗ്യാപ്പൊക്കെ വന്നുകൊണ്ട് ഞാൻ വേറൊരു 3 എണ്ണം കൂടെ മേടിച്ചിങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട് അളവും തൂക്കമൊക്കെ നോക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് 3 ഇനി അവിടെ കുഴിച്ചിടണം. പിന്നെ ഗൈസ് ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ മറ്റൊരു സ്ട്രോബെറി നന്നായിട്ട് വന്നു കേട്ടോ. ഒരു കുഞ്ഞ് സ്ട്രോബെറി ഇങ്ങനെ വന്ന് കിടക്കണ കണ്ടോ. ഇനി അത് പഴുത്ത് നല്ല റെഡാകുമ്പോൾ നമ്മൾ പറിച്ചങ്ങ് തിന്നും. പിന്നെ വന്നിട്ട് ഇവിടുത്തെ പയറുമണികളും എന്നെ ചതിച്ചു. ഇവിടെയും വളർന്നില്ല. അതുകൊണ്ട് ഞാൻ ഫ്ലവേഴ്സ് വെച്ചു. നമ്മളിവിടെ ഒരു 3 പിങ്കാണ് കേട്ടോ ഞാൻ വെച്ചത്. പക്ഷേ ആ 3 എണ്ണം ഈ പറഞ്ഞ പോലെ ഒത്തിരി ഗ്യാപ്പ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു പീച്ച് കളറ്, ഈ പിങ്ക് ഇനിയില്ല, അത് തീർന്നു പോയി കടയിൽ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് തന്നെ മേടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വേറൊരു പീച്ച് കളർ മേടിച്ചു. സെയിം ഫ്ലവർ അല്ല, ഡിഫറെൻ്റ് ആണ്. ഇത് കൈൻഡ് ഓഫ് ഒരു റോസ് പോലെയൊക്കെ ഇരിക്കുന്നത്. ഇതൊന്ന് കാണിച്ചു കൊടുത്തേച്ചാൽ ഇതാണ് അത്യാവശ്യം വന്നിട്ടുള്ളൂ. ഇത് കണ്ടോ നല്ല റോസ് പോലെ ഇരിക്കും, പക്ഷേ റോസാപ്പൂവല്ല അങ്ങനത്തെ. പക്ഷെ നിറച്ച് പൂവുണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു വെറൈറ്റി ഫീൽ ചെയ്തപ്പോൾ ഞാൻ അതൊരു 3 എണ്ണം മേടിച്ച് അതിങ്ങനെ വെച്ചു. പിന്നെ വന്നിട്ട് നമ്മുടെ പൊട്ടറ്റോസ് 2 പൊട്ടറ്റോയും കിളുത്തു കേട്ടോ. നന്നായിട്ട് തന്നെ പൊങ്ങി വരുന്നുണ്ട്. ദൈവാനുഗ്രഹിച്ച് അടിയിലേക്കും അത് നന്നായിട്ട് വളരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ നമ്മുടെ ബീൻസ്, ഗ്രീൻ ബീൻസ്, ഇത് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. പക്ഷേ അല്ലാണ്ട് ഒരു ദിവസം ഞാൻ കടയിൽ നിന്ന് മേടിച്ച് ബീൻസിൻ്റെ സാധനങ്ങൾ കുരുക്കൾ മേടിച്ചിട്ട് അത് ഞാൻ കുഴിച്ചിട്ട് വളർത്തിയതാണ് കേട്ടോ. അതെന്തായാലും നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എല്ലാം തന്നെ പൊട്ടി മുളച്ചു. ഇവിടെ ഒരു 2 എണ്ണം വന്നില്ല. പക്ഷെ അത് വരും തീർച്ചയായിട്ടും വരും. ഞാൻ മാന്തി നോക്കിയപ്പോൾ വേറെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വരും എന്ന് ഞാൻ വിചാരിക്കണു. ബാക്കിയൊക്കെ അത്യാവശ്യം കിളുത്ത് വന്നിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഒരു ഡബിൾ ഷെയ്ഡഡ് ഫ്ലവറാണ് കേട്ടോ ഇത്. ഫ്രണ്ടിൽ നമ്മൾ വെച്ചിട്ടുണ്ട് ഒരു വൈറ്റ് ആൻഡ് റെഡും പിന്നെ ഒരു പർപ്പിൾ ആൻഡ് റെഡും. അത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വയലറ്റ് ആൻഡ് റെഡും വൈറ്റ് ആൻഡ് റെഡും. അത് ഞാൻ വെച്ചത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ അതിൻ്റെ വേറൊരു കളർ കോംബോ മേടിച്ചതാണിത്. വയലറ്റ് ആൻഡ് പീച്ച്, വയലറ്റ് ആൻഡ് ഗ്രീൻ ഒക്കെ ഷെയ്ഡ് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഫ്ലവർ. പക്ഷേ അത് 3 എണ്ണം ഉണ്ടായുള്ളൂ. ആ 3 എണ്ണം ഞാൻ എടുത്തുകൊണ്ട് വന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അബദ്ധം മനസ്സിലായത് പുറത്തെ ഫ്ലവർ തന്നെയാണിത്. പക്ഷേ എന്തോ ഇതിന് വെയിറ്റ് കൂടിപ്പോയിട്ട് അത് വീണ് കിടക്കുക. പൂക്കൾ അങ്ങനെ പൊങ്ങി നിൽക്കുന്നില്ല. അതൊരു അബദ്ധം പറ്റി എനിക്ക്. ഭയങ്കര വെയിറ്റാണ് ഇതിൻ്റെ കായ്ക്ക്. അതാണ് ഒരു ബ്രാഞ്ചിൽ തന്നെ ഒരുപാടുണ്ടായി വരും കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു പൂ തന്നെ ഇത്രയും വലുതാകുമ്പോഴത്തേക്കും അതിൻ്റെ വെയിറ്റ് കാരണം അത് പെടന്നു പോകും. അതിങ്ങനെ സ്ട്രെയിറ്റ് നിൽക്കണില്ല. ആ ഒരു സങ്കടം എനിക്കുണ്ട്. പക്ഷെ സാരമില്ല. ഇപ്പോൾ ഇങ്ങനത്തെ ചെടികൾ തീർന്നു പോയി കടയിലൊക്കെ. ഇപ്പം നോക്കിയിട്ടൊന്നും കിട്ടിയില്ല എനിക്ക് നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ റോസ് പോലെ തന്നെ ചെടികൾ 2 എണ്ണം കൂടെ മേടിച്ച് അവിടെ ആ ഗ്യാപ്പിൽ ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ കാര്യം ഇവിടെയൊക്കെ ഗ്യാപ്പുണ്ട്. പക്ഷേ ഇതിങ്ങനെ വളർന്ന് പന്തലിക്കണ ചെടി ആയതുകൊണ്ട് ഞാൻ അതിന് കുറച്ച് ഗ്യാപ്പ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ അവിടെ ഇനിയൊന്നും വെക്കുന്നില്ല.
ജസ്റ്റ് അത് രണ്ടും കൂടെ കുഴിച്ചിട്ടാൽ മതി. ഞാൻ നിങ്ങളിതിങ്ങനെ വെച്ച് കാണിച്ചു തന്നാണ് ഇങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാം കുഴിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഫൈനൽ ഔട്ട്പുട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ. പിന്നെ നമ്മളിത് ഗാർഡൻ സെറ്റ് ചെയ്യുന്നതൊക്കെ എനിക്ക് തോന്നുന്നു ഈ വർഷം ആദ്യമായിട്ടായിരിക്കും നമ്മൾ ഇത്രയും ഗാർഡനായിട്ട് സെറ്റ് ചെയ്യുന്നതൊക്കെ. മറ്റേ നമ്മൾ ഇവിടെ വെജിറ്റബിൾ കൃഷി മാത്രമായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷെ നമ്മുടെ അത് നമ്മൾ ചതിച്ചത് കൊണ്ട് മാത്രമാണ് ഇവിടെ ഫ്ലവേഴ്സ് വന്നത് കേട്ടോ കുറച്ചൊക്കെ. പിന്നെ ഫ്രണ്ടിൽ നമ്മൾ കഴിഞ്ഞ വർഷവും അത്യാവശ്യം ചെയ്തായിരുന്നു. നമ്മളിപ്പോൾ ഈ വെച്ചിരിക്കുന്ന ചെടികളെല്ലാം തന്നെ ആനുവലാണ് കേട്ടോ. അതായത് എല്ലാ വർഷവും നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ സമ്മറും വിൻ്ററും ഉള്ളതുകൊണ്ട് തന്നെ സമ്മറിലാണ് കേട്ടോ നമുക്ക് ഫ്ലവേഴ്സൊക്കെ ഉണ്ടായി വരുള്ളൂ. ഇത് അറിയാവുന്നവർക്ക് അറിയാം, പക്ഷെ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. വിൻ്ററിൽ തണുപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഇതെല്ലാം വാടിക്കരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ സമ്മറിൽ മാത്രമേ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മേടിച്ച് വെച്ചതെല്ലാം ആനുവലിയാണ്. അപ്പോൾ എല്ലാ വർഷവും പുതിയത് മേടിച്ച് വെക്കുമ്പം ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ് കാണാമല്ലോ എന്ന് ഓർത്തിട്ട്. പിന്നെ പെരിനിയലുണ്ട് കേട്ടോ. അതായത് എല്ലാ വർഷവും ഉണ്ടായി വരും. വിൻ്റർ കഴിഞ്ഞ് സമ്മർ ആകുമ്പോഴത്തേക്കും പതുക്കെ കിളുത്ത് വരും. പക്ഷേ അതിൻ്റെയൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ ഒറ്റ ഫ്ലവറേ ഉണ്ടാവുള്ളൂ. ആ ഒരു ഫ്ലവർ തന്നെ 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച നിന്നിട്ട് അതങ്ങ് കൊഴിഞ്ഞു പോയാൽ പിന്നെ കരിഞ്ഞിരിക്കും. ടുലിപ്പും ഡാഫഡിലും ഒക്കെ പോലെ തന്നെ. പിന്നെ ഇലച്ചെടികളൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇലകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും വിൻ്റർ കഴിഞ്ഞ് സമ്മറിലേക്ക് വരുമ്പോഴത്തേക്ക് അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇലകൾ മാത്രം കണ്ടിട്ട് നമുക്കൊന്നും കിട്ടാനില്ലല്ലോ. ഫ്ലവേഴ്സൊക്കെ കാണുമ്പോൾ നമുക്ക് കണ്ണിൻ്റെ ഒരു കുളിർമയും മനസ്സിനൊരു നിറവും ഒക്കെ വരിക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫ്ലവേഴ്സിലേക്ക് പോയത്. പിന്നെ ഈ പറഞ്ഞ പോലെ പെരിനിയൽ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലവർ കണ്ടു അതങ്ങ് തീർന്നു. പിന്നെ ഇങ്ങനെ വാടിക്കരിഞ്ഞ് കിടക്കണ ഗാർഡൻ പോലെ ഇരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ആനുവൽ മേടിച്ച് വെച്ചിരിക്കണേ. ഈ ഒരു സമ്മറിൽ ഈ ഒരു ഫ്ലവേഴ്സൊക്കെ കണ്ട് നമ്മൾ തൃപ്തി അടയും. അടുത്ത സമ്മറിൽ നമുക്ക് അടുത്ത കുറച്ച് ഫ്ലവേഴ്സും ഒക്കെ ആയിട്ട് കാണാം. പിന്നെ എന്താ നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചാണ് നമ്മൾ മേടിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് നമ്മൾ അതിന് വേണ്ടി മുടക്കിയിട്ടൊന്നുമില്ല. അത്യാവശ്യം പൈസയൊക്കെ നോക്കി ചെറിയ വിലയുടെ എന്നാൽ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഫീൽ ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ മേടിച്ച് വെച്ചിരിക്കണേ. അപ്പോൾ എന്തായാലും എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. ആ ഒരു കമൻറ്റ് വായിക്കാനായിട്ടാണ് ഞാനും വെയിറ്റ് ചെയ്യണേ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും തന്നേക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണിലും കൂടെ ഒന്ന് ഞെക്കിയേരെ കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കയറിപ്പോവും. ഒരു അടിപൊളി ഒരു ഗാർഡൻ സെറ്റ് ചെയ്തതിൻ്റെ ഒരു സംതൃപ്തിയോടെ ഇന്നത്തെ ഈ വ്ളോഗ് ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലസ് യു. ബൈ.